ഗ്രാഫിക് ഡിസൈനിലെ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ പ്രിൻസിപ്പിളായ കോൺട്രാസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഗ്രാഫിക് ഡിസൈനിൽ കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള വിഷ്വൽ എലമെൻറ്റ് അടുത്തടുത്ത് പ്ലേസ് ചെയ്യുമ്പോഴാണ്. ഈ ഒരു ഡിസൈൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകൾ. ഇപ്പം ബ്ലാക്കും വൈറ്റും ആണ്, ഒരേ വിഷ്വൽ എലമെൻറ്റാണ്, കളർ എന്ന വിഷ്വൽ എലമെൻറ്റാണ്. ഇത് അടുത്തടുത്ത് പ്ലേസ് ചെയ്തപ്പോഴാണ് ഒരു കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ആയത് കാണാൻ പറ്റും. ഇവിടെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. മൊത്തത്തിലൊരു വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു വ്യൂവേഴ്സിനെ ഗൈഡ് ചെയ്യാനൊക്കെ ഈ ഒരു കോൺട്രാസ്റ്റ് സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രാമ കൊണ്ടുവരണമെങ്കിലൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കോൺട്രാസ്റ്റ് തന്നെ പല ടൈപ്പ് ഉണ്ട്. സൈസ് ഉണ്ട്, ടെക്സ്ചർ ഉണ്ട്, പൊസിഷൻ ഉണ്ട്, ഷേപ്പ് ഉണ്ട്, കളറുണ്ട്, ഓറിയൻറ്റേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സൈസ് കാണാൻ പറ്റും. ഈ ഒരു ഷേപ്പ് മാത്രം ഇച്ചിരി വലുതാണ്. സൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ടെക്സ്ചറിലാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇവിടെ പ്ലേസ് ആയിരിക്കുന്നത്. പൊസിഷൻ വന്നിട്ടുണ്ട്, ഒരെണ്ണത്തിൻ്റെ മാത്രം പൊസിഷൻ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു കോൺട്രാസ്റ്റ് സഹായിക്കുന്നതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു സൈസ് ഡിഫറൻസ് വന്നപ്പോൾ ഈ ഒരു വലുതിലോട്ട് കൂടുതൽ ശ്രദ്ധ വന്നിട്ടുണ്ട്. ടെക്സ്ചർ ഡിഫറൻസ് വന്നപ്പം ഇതിൽ മാത്രം പ്രത്യേക ഒരു ശ്രദ്ധ വരുന്നതാണ്. അതേപോലെ പൊസിഷൻ മാറ്റി വെക്കുന്ന സമയത്ത് ഇതിൽ മാത്രം പ്രത്യേക ഒരു ശ്രദ്ധ വരുന്നതാണ്. ഷേപ്പിൽ ഡിഫറൻസ് വന്നപ്പം ഇതിന് മാത്രമാണ് പ്രത്യേകത ഉള്ളത്. അവിടെ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ കളർ ഡിഫറൻസ് വന്നിട്ടുണ്ട്, ഇവിടെ ഓറിയൻറ്റേഷൻ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കോൺട്രാസ്റ്റ് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കോൺട്രാസ്റ്റ് ഉപയോഗിക്കുന്നതിന് കുറച്ച് ടിപ്പുകൾ പറയാം. കോൺട്രാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ഓവറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ലൈറ്റായിട്ട് വേണം കോൺട്രാസ്റ്റ് ഉപയോഗിക്കാൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസൈൻ്റെ പർപ്പസ് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് കോൺട്രാസ്റ്റ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രാസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഹൈറാർക്കി ഓഫ് ഇമ്പോർട്ടൻസും വ്യൂവേഴ്സ് അറ്റൻഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. ഹൈറാർക്കി ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഹെഡിങ്ങും ഉണ്ട്, കുറച്ച് കണ്ടൻറ്റും ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹെഡിങ് വായിച്ചിട്ടാണ് നമ്മൾ ഈ കണ്ടൻറ്റ് വായിക്കുന്നത്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഹെഡിങ് തീരെ ചെറുതായിട്ടും ഈ കണ്ടൻറ്റ് ഒരുപാട് വലുതായിട്ടും കൊടുക്കുകയാണെങ്കിൽ ആളുകൾ ഇത് വായിക്കത്ത് പോലുമില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഹെഡിങ് വായിച്ചിട്ട് വേണം ആളുകൾക്ക് തീരുമാനിക്കുക ഇത് വായിക്കാനുള്ളതാണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് വേണം നമ്മൾ ഈ സൈസിലൊക്കെ ഡിഫറൻസ് കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെഡിങ് ഒരുപാട് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ബോൾഡായിട്ടുള്ള ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ സൈസ് തീരെ കുറവാണ്. ഇപ്പോൾ ഈ ഹെഡിങ്ങിൽ തന്നെ പെട്ടെന്നൊരു അറ്റൻഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഹെഡിങ് വായിച്ച് കഴിയുമ്പോൾ ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് വായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹൈറാർക്കി ഓഫ് ഇമ്പോർട്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ കോൺട്രാസ്റ്റ് കൊണ്ട് സാധിക്കണം. ഇനി നമുക്ക് കോൺട്രാസ്റ്റ് കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ നോക്കാം. കോൺട്രാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മൊത്തത്തിൽ നമ്മുടെ ഡിസൈൻ്റെ വിഷ്വൽ ഇൻട്രസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ഡിസൈൻ എലമെൻറ്റ്സിൻ്റെ ഹൈറാർക്കി ഓഫ് ഇമ്പോർട്ടൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതാണ് ഇച്ചിരി ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നൊക്കെ നമുക്കാണെങ്കിൽ ഈ ഒരു കോൺട്രാസ്റ്റ് വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ കളറിൽ, സൈസിൽ, ഷേപ്പിൽ, ടെക്സ്ചറിലൊക്കെ കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അങ്ങനെ കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് മൊത്തത്തിൽ നമ്മുടെ ഡിസൈൻ ഡൈനാമിക് ആവുന്നതും കുറച്ചുകൂടെ വിഷ്വലി അപ്പീലിംഗ് ആവുന്നതൊക്കെ ആയിരിക്കും. അത് വ്യൂവേഴ്സ് അറ്റൻഷൻ ഗൈഡ് ചെയ്യുകയും അട്രാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് എലമെൻറ്റ് ഊന്നി കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നമുക്കാണെങ്കിൽ നമ്മുടെ ഡിസൈനെ പല സെക്ഷൻസായിട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കോൺട്രാസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് കോൺട്രാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഡിസൈൻ പ്രിൻസിപ്പിളാണ്. അതുപയോഗിച്ച് നമുക്കാണെങ്കിൽ എഫക്റ്റീവ് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കോൺട്രാസ്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ എക്സാമ്പിളിൻ്റെ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ കളറിൻ്റെ നല്ലൊരു കോൺട്രാസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ വൈറ്റ്, ഇവിടെ ബ്ലാക്ക് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. മൊത്തത്തിൽ ഒരു കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അത്. ഇനിയുള്ളത് സൈസിൻ്റെ കോൺട്രാസ്റ്റാണ്. ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ബോട്ടിൻ്റെ അകത്തുള്ള ടെസ്റ്റിലുള്ള സൈസ് കാണാൻ പറ്റും. അപ്പം ഈ മെയിനായിട്ടുള്ള ഹെഡിങ്ങിന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. വലിയ സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ ചെറിയ സൈസാണ്. ഇപ്പോൾ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് പറഞ്ഞാൽ ഈ വലിയ സൈസിലുള്ള ടെസ്റ്റിനാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഷേപ്പുകളുടെ കോൺട്രാസ്റ്റാണ്. ഇവിടെ നമുക്ക് രണ്ട് ഷേപ്പ് കാണാൻ പറ്റും. ഒരു സർക്കിളും കാണാൻ പറ്റും, ഇവിടെ കുറേ ട്രയാങ്കിളും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ എൻഹാൻസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഫോണ്ടുകളുടെ കോൺട്രാസ്റ്റാണ്. കൃത്യമായിട്ട് കാണാൻ പറ്റും. പല ഫോണ്ടുകൾ ഈ ഒരു ഡിസൈൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വലിയ ബോൾഡായിട്ടുള്ള ഫോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ തിന്നായിട്ടുള്ളൊരു ഫോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറാർക്കി ഓഫ് ഇമ്പോർട്ടൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു കോൺട്രാസ്റ്റ് സഹായിച്ചിട്ടുണ്ട്.